നമസ്കാരം, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ക്ലാസിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. PSCയിലേക്ക് സ്ഥിരം ചോദിക്കാറുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് കമ്പ്യൂട്ടർ? നാം നൽകുന്ന വിവരങ്ങൾ സ്വീകരിച്ച് പ്രോസസ് ചെയ്തുപയോഗിക്കുന്ന, വ്യക്തിയുടെ ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. A computer is an electronic machine that accepts data from the user, processes the data by performing calculations and operations on it, and generates the desired output as a result. എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. വേഗത, ഹൈ സ്പീഡ്; കൃത്യത, ആക്യുറസി; സംഭരണശേഷി, ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി; വിശ്വാസ്യത, ഹൈ റിലയബിലിറ്റി; ബഹുമുഖ പ്രതിഭ, വേഴ്സാറ്റിലിറ്റി. കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങളെ നമുക്ക് ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഹാർഡ്വെയർ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൽ കാണാനും തൊട്ടറിയാനും കഴിയുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ യന്ത്ര ഘടകങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ ഇസ് ദ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ ബി സീൻ ബൈ ദ ഐസ് ആൻഡ് ടച്ച്ഡ്. ഇനി കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മോണിറ്റർ, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ അതിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കീബോർഡുണ്ട്, മദർ ബോർഡ്, പിന്നെ മൗസ്, ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഇനി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ശരീരം ഹാർഡ്വെയർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആത്മാവിനെ എന്ത് വിളിക്കും? കമ്പ്യൂട്ടറിൻ്റെ ആത്മാവെന്ന് നമുക്ക് സോഫ്റ്റ്വെയറിനെ വിശേഷിപ്പിക്കാം. ആത്മാവിനെ തൊട്ടറിയാൻ സാധ്യമല്ലല്ലോ. അതായത് കമ്പ്യൂട്ടറിലെ തൊട്ടറിയാൻ സാധിക്കാത്ത ഭാഗമാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഇസ് ദ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് റിട്ടൺ ഫോർ കമ്പ്യൂട്ടർ ടു പെർഫോം സർട്ടൺ ടാസ്ക്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇങ്ങനെ സോഫ്റ്റ്വെയർ പലതുണ്ട്. ദാറ്റ് ഈസ് a computer system consists of hardware, the electronic devices capable of computing and manipulating information, and software that carries out predefined instructions to complete a given task. The combination of physical equipment, hardware, and logical instructions, software, gives power and versatility to modern computing systems. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ പ്രധാനമായി നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം എന്ന് പറഞ്ഞു. മീൻസ് സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അവയുടെ ഉദാഹരണങ്ങളും നമുക്ക് ഇപ്പോൾ നോക്കാം. മീൻസ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്നത്. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ അതിൻ്റെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇടനിലക്കാരനായി നിൽക്കുന്നു. മീൻസ് പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനൊരു ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് എ ടൈപ്പ് ഓഫ് computer program that is designed to run a computer's hardware and applications programs. The operating system OS is the best known example of system software. നമുക്ക് some examples of system software നോക്കാം. MacOS, GNU Linux and Microsoft Windows, computational science software, game engines, industrial automation and software as a service applications. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്.
Programming software is a software which helps the programmer in developing other software. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് environments, IDEs are combinations of all the software. Some examples of programming software: compilers, assemblers, debuggers, interpreters, etc. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? 3 തരം ആപ്ലിക്കേഷൻ പറഞ്ഞു. അതിൽ മൂന്നാമത്തെ നമ്മളിപ്പോൾ പഠിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് എ പ്രോഗ്രാം ഓർ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻഡ് ഫോർ ആൻഡ് യൂസേഴ്സ്. Some examples of application software: MS Word, MS Access, MS Excel, Firefox, Safari, Chrome, AutoCAD, Microsoft PowerPoint, etc. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS, അപ്പം OSനെ കുറിച്ച് പറഞ്ഞു. അതായത് OS ഇസ് ദ ബെസ്റ്റ് നോൺ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, an operating system acts as an interface between a user and a computer system. An operating system controls, coordinates and supervises activities of the various components of a computer. Important operating systems: DOS, Unix, Windows Vista, Windows XP, Windows 7, Windows 8.1, Windows 10, GNU, Ubuntu, Fedora, Linux, Mac. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. പറയുന്നതിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1: കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2: ദ വേർഡ് കമ്പ്യൂട്ടർ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 3: കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ്സ്. ഓപ്ഷൻ എ ഇന്റേണൽ ഡിവൈസ്, ഓപ്ഷൻ ബി പെരിഫറൽ ഡിവൈസ്, ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഉത്തരം ഓൾ ഓഫ് ദിസ് ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആൻസർ തന്നിരിക്കുന്നത്. Who is known as father of modern computer? Modern computer father Alan Turing. Question number 6: dash is first primary output device that displays information in pictorial form. Answer: monitor. Different types of monitors: CRT monitor, LCD monitor, LED monitor, TFT monitor, 3D monitor and plasma monitor. The cathode ray tube CRT monitor invented by CRT monitor കണ്ടുപിടിച്ചതാരാണ്? കാൾ ഫെർഡിനാൻഡ് ബ്രോൺ. ഫുൾ ഫോം ഓഫ് മോണിറ്റർ: മാസ് ഓൺ ന്യൂട്ടൺ ഇസ് ട്രെയിൻ ഓൺ റാറ്റ്. ഫുൾ ഫോം ഓഫ് CRT is cathode ray tube. Full form of LCD, liquid crystal display. Full form of LED, light emitting diode. Full form of TFT, thin film transistor. Thin film transistor എന്ന് പറഞ്ഞാൽ is a type of LCD flat panel display screen. It's called so because each panel is controlled by transistors. It's called so because each panel is controlled by transistors. Black and white monitor is known as monochrome monitor. The size of a computer monitor is its diagonal length. Pixel is the short form for picture element. Dash is the primary input device of computer system. Keyboard. Text input device is called keyboard. Keyboard is also called text input device. Father of keyboard, Christopher Latham Scholes. Who invented the QWERTY keyboard? Christopher
Latham Scholes. Total number of function keys in a keyboard 12. 12 function keys are uള്ളത് keyboard. Computer keyboard ആണ്. That is a board which contains many of the crucial electronic components of the system such as CPU, video card, network card, etc. ഉത്തരം motherboard. Motherboard is also known as dash or system board, printed circuit board. Dash is a handheld pointing device that detects two-dimensional motion relative to a surface. Uttaram mouse aanu. There are 3 types of mouse: trackball mouse, optional mouse, and wireless mouse. Who invented the mouse for a computer? Douglas Engelbart. Question number 28. Dash is a unit of measurement for the speed and movement direction of a computer mouse. Answer Mickey. Hard disk of a computer can be used as storage. Main storage house of a computer is known as hard disk. Full form of HDD. Hard disk drive. A circular path on the surface of a disk or diskette on which information is magnetically recorded. Answer track. Track ആണ്. Minimum storage unit of a hard drive, sector. Smallest individually addressable unit of information stored on hard disk is called sector. Normal size of a hard drive sector 512 bytes. 512 bytes ആണ്. The activity of creating sectors and tracks on hard disk is called formatting. The amount of time required for the read or write heads to move between tracks over the surfaces of the platters. അതിന് seek time എന്ന് പറയും. Seek time ആണ് ആൻസർ. The average time required to reach a storage location in memory and obtain its content is called access time. Time between initiating a request in the computer and receiving the answer, latency time. Father of hard disk drive, Ray Johnson. A group of data storage devices that read their data in sequence are called sequential access storage devices. SASD. SASD. ഉദാഹരണം magnetic tapes. Full form of SASD, sequential access storage device. A group of data storage devices that can read their data in any order are called direct access storage device, DASD. Question number 44. Examples of DASD devices: hard disk, pen drive, CD, DVD. System cannot boot if it does not have operating system. Question number 46. The operating system manages option A memory, option B processor, option C disk and devices, option D all of the above. ഉത്തരം all of the above ആണ്. GUI stands for graphical user interface. Question number 48. Dash is a Debian based Linux open source operating system, Ubuntu. Unity desktop is related to which operating system? Ubuntu. Ubuntu is an African word which means humanity towards others. Class ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.